ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള പുന്നത്തൂർ കോട്ടയിൽ വെച്ച് ഒരാന മൃഗീയമായ പീഡനങ്ങൾക്കിരയായി ചരിഞ്ഞിട്ട് 2 ദിവസമായി. ഗുരുവായൂർ ദേവസ്വം ഗോകുൽ എന്ന കൊമ്പനാണ് അതിക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി കൊല ചെയ്യപ്പെട്ടത്. ഗോകുലിന്റെ കൊലപാതകികൾ ശിക്ഷിക്കപ്പെടുമോ? ഉറപ്പിച്ചു തന്നെ പറയാം, ആരും ശിക്ഷിക്കപ്പെടില്ല. ഒരു സസ്പെൻഷൻ, കൂടിയാൽ പുറത്താക്കൽ. അതിനപ്പുറം കുറ്റക്കാർക്കെതിരെ യാതൊരുവിധ നിയമ നടപടിയും സ്വീകരിക്കില്ല. 33 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ആനയെ രാത്രിയുടെ മറവിൽ ഒരു കൂട്ടം കാട്ടാളന്മാർ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയിട്ടും ആ വിവരം പുറം ലോകത്തു നിന്നും 2 ആഴ്ചക്കാലം മറച്ചുവെച്ച് ആ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ആനയുടെ കൊലപാതകം സ്വാഭാവിക മരണമാക്കി അവരെ സംരക്ഷിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഗോകുലിന്റെ പ്രാഥമിക മരണകാരണം ശ്വാസകോശത്തിലേറ്റ അണുബാധയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പീതാംബരൻ എന്ന കൊമ്പൻ കുറ്റക്കാരനാവുകയും യഥാർത്ഥ കുറ്റക്കാർ നിരപരാധികളാവുകയും ചെയ്യും. ആ മായാജാലം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. മുമ്പ് ചരിഞ്ഞ പല ആനകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകും. തല്ലിക്കൊന്ന പല ആനകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹൃദയാഘാതവും ആനയുടെ ശ്വാസകോശത്തിലേറ്റ അണുബാധയും കരൾ വീക്കവുമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയും സ്ഥിതി മറ്റൊന്നാകില്ല. കഴിഞ്ഞ ഫെബ്രുവരി മാസം നടന്ന കൂട്ടാനക്കുത്താണ് ഗോകുലിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന മുട്ടാപ്പോക്ക് ന്യായീകരണവുമായിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ദേവസ്വവും അവിടുത്തെ വെറ്റിനറി ഡോക്ടറും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറുപടി പറയണം. കൊയിലാണ്ടിയിൽ വെച്ചേറ്റ കൂട്ടാനക്കുത്തിന് ഇരയായി ചികിത്സയിൽ നിന്നിരുന്ന ആന ചികിത്സ പൂർത്തിയാക്കി ആരോഗ്യം വീണ്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷേത്രത്തിലെ വിളക്കെഴുന്നള്ളിപ്പിന് പങ്കെടുപ്പിച്ചത്. അപ്പോൾ ആരോഗ്യമില്ലാത്ത ആനയ്ക്കാണോ നിങ്ങൾ ഫിറ്റ്നസ് നൽകിയത്? ആന എഴുന്നള്ളിപ്പിൽ കാർക്കശ്യം പുലർത്തിക്കൊണ്ട് നടന്ന ഈ വർഷത്തെ തൃശൂർ പൂരത്തിൽ ഗോകുൽ പങ്കെടുത്തിരുന്നു. മുറിവേറ്റ് അവശനായി നിന്നിരുന്ന ആനയാണോ ഫിറ്റ്നസ് നൽകി നിങ്ങൾ മണിക്കൂറുകളോളം എഴുന്നള്ളിച്ചത്? അപ്പോൾ അത് കോടതിയെ വരെ കബളിപ്പിക്കുന്നതിന് തുല്യമായി പോയില്ലേ? ഇക്കഴിഞ്ഞ കർക്കിടകം 1-ാം തീയതി നടന്ന വടക്കുംനാഥൻ ആനയൂട്ടിൽ ഗോകുൽ പങ്കെടുത്തിരുന്നു. ആരോഗ്യസ്ഥിതി ഇത്രയേറെ മോശമായ ആനയെ കോട്ടയിൽ സുഖചികിത്സ നടക്കുന്ന സമയത്ത് പുറത്തേക്ക് വിട്ടതെന്തിന്? അതല്ല, ആ സമയത്ത് ആന ആരോഗ്യവാനായിരുന്നുവെങ്കിൽ പിന്നീട് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ഗോകുൽ എങ്ങനെ അവശനായി? മറുപടി പറയുക തന്നെ വേണം. അല്ലെങ്കിൽ ആനയുടെ ആരോഗ്യമല്ല പണമാണ് മുഖ്യമെന്ന് ദേവസ്വം തീരുമാനിച്ചോ? അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് ഫിറ്റ്നസ് നൽകിയവർക്ക് എത്ര രൂപ കിട്ടി? രാത്രിയുടെ മറവിൽ ഒരു കൂട്ടം ക്രിമിനൽ പാപ്പാന്മാർ ഗോകുലിനെ തല്ലി അവശനാക്കുന്നത് കണ്ടു എന്ന് കോട്ടയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ സംരക്ഷിച്ചത് ആർക്കുവേണ്ടിയാണ്? രാഷ്ട്രീയ പിൻബലത്തിൽ പുന്നത്തൂർ കോട്ടയിൽ കുറച്ചു കാലമായി നടന്നുവരുന്ന അതിക്രമങ്ങളുടെ ഇരയായി മാറിയ ഗോകുലിന് നീതി ലഭിക്കണം. പാർട്ടിക്കാരുടെ ഇഷ്ടക്കാരെ ചുമതലയേൽപ്പിക്കുവാൻ വേണ്ടി നല്ല കൂട്ടുകെട്ടുകൾ പിരിച്ച് കൊലപാതകികളായ പാപ്പാന്മാരെ പോലും ഒരു അന്വേഷണവുമില്ലാതെ കോട്ടയിൽ തിരികെ കയറ്റിയപ്പോൾ അന്നു മുതൽ ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിന് മുകളിൽ കാലൻ വട്ടമിട്ട് പറന്നു തുടങ്ങി. ഇനി എത്ര ആനകൾ ഈ രീതിയിൽ ചരിയുമെന്നത് കണ്ടറിയണം. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയിൽ അയ്യപ്പന്റെ സ്വർണം ചെമ്പായി മാറിയെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്ത് ശൂന്യമാകുന്ന കാഴ്ചയാണ് വരാനിരിക്കുന്നത്. വരും നാളുകളിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആര് ചോദിക്കാൻ, ആര് പറയാൻ, ആര് കേൾക്കാൻ?